നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ വാളൻപുളിയുടെ പുളിയേക്കാൾ കൂടുതൽ ഇലകൾക്കാണ് പ്രാധാന്യമുള്ളത്. ഇലകൾക്ക് ഒരുപാട് ഗുണമാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണവും ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു വലിയൊരു വാളൻപുളി, നമ്മുടെ തോട്ടത്തിൽ തന്നെ വാളൻപുളിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ഇപ്പം നമുക്ക് അധികം ഒന്നും ഇങ്ങനെ ഈ വാളൻപുളിയുടെ വൃക്ഷങ്ങൾ അധികം കാണുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഒരുപാട് എല്ലായിടത്തും ഓരോ വീടിനും ഓരോ പുളിമരം എന്ന് വെച്ച പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ഇങ്ങനെ കാണുന്നതേ ഇല്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് കുറച്ച് പുളിയിലയൊക്കെ നമ്മൾ പറിക്കുകയാണ്. അപ്പോൾ ഈ പുളിയില എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് വലിയ മരമല്ലേ, അതുകൊണ്ട് നമുക്ക് പറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ചുവട്ടിലുള്ള കുറച്ച് നല്ല പുളിയിലയൊക്കെ ഇങ്ങനെ പറിക്കുകയാണ്. അത് ഇലയോടുകൂടി പറിക്കാൻ പറ്റില്ല, ഇത് തണ്ടോടുകൂടി തന്നെയാണ് ഇത് പറിക്കേണ്ടത്. ഇത് കായിട്ടുണ്ട്, കായൊക്കെ വളരെ ചെറുതാണ്. ഇപ്പം ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പുളിയൊക്കെ നന്നായിട്ട് പഴുക്കും. അപ്പോൾ നമ്മൾ കുലുക്കിയിട്ട് അത് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ഒരു വർഷത്തോളം നമുക്ക് ഇതിൻ്റെ പുളി അടയൊക്കെ ആക്കി വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ പുളി വൃക്ഷം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഈ പുളി വൃക്ഷത്തെക്കുറിച്ച്, വാളംപുളിയുടെ വൃക്ഷത്തെക്കുറിച്ച് അധികം അങ്ങനെ അറിവൊന്നുമില്ല. പ്രത്യേകിച്ച് നാട്ടുമ്പുറങ്ങളിലാണല്ലോ ഇത് കാണുന്നത്. അതുമാത്രമല്ല നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് പുളിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പിന്നെ കുടംപുളിയുടെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഒരുപാടുണ്ടല്ലോ. പക്ഷെ വാളംപുളി മരങ്ങൾ ഇപ്പോൾ ഈ ഒരുപാട് വലിയ വൃക്ഷമായതുകൊണ്ടായിരിക്കും നമ്മുടെ തോട്ടങ്ങളിലൊന്നും അങ്ങനെ ഇല്ലാത്തത്. പക്ഷേ ഇപ്പോൾ ഈ ചെറിയ പുളി വൃക്ഷങ്ങളൊക്കെ കിട്ടും കേട്ടോ. കാരണം ഹൈബ്രിഡ് തൈകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചെറുതായി തന്നെ കായ്ക്കുന്ന പുളി മരങ്ങളൊക്കെ ഉണ്ട്, വാളംപുളി. എന്താണെങ്കിലും ഈ വാളൻപുളി മരം നല്ലതാണ്. നമ്മുടെ വീടുകളിലൊക്കെ തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് പറയുന്നു. എന്താണെങ്കിലും നമുക്കിന്ന് ഈ വാളംപുളിയുടെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരവേദന കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് പഴയ വേദനകൾ, പണ്ട് വീണതോ എന്തെങ്കിലും ചതവോ ഒക്കെ വരുന്ന ആ പ്രതിരോധശേഷിയൊക്കെ നഷ്ടപ്പെടുന്ന ഈ ഒരു മാസത്ത് ഈ ഇല ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് കുളിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരവേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് നാട്ടുവൈദ്യന്മാർ തന്നെ കണ്ടുപിടിച്ച ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണെങ്കിൽ ഈ വാളംപുളിയുടെ ഇല ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും ചമ്മന്തി അരിക്കാം, അതുപോലെ തന്നെ മീൻ പീര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് മീൻ പൊള്ളിച്ചെടുക്കാം ഇതിൻ്റെ ഇല ഉപയോഗിച്ച്. എന്താണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെ ഇത്രയും ഗുണങ്ങളുള്ള ഈ വൃക്ഷത്തിൻ്റെ ഇലകളെക്കുറിച്ച് നമുക്കൊന്നും നമ്മൾ അറിയുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. കാരണം ഈ ഇലകൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ കറികളിലും ചമ്മന്തികളിലൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് വാളംപുളിയുടെ ഇല പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചവെള്ളത്തിലേക്ക് നമ്മൾ ഈ പുളി ഇല ഡയറക്റ്റ് ഇടുകയാണ്. അതിങ്ങനെ വെച്ച് ഇടണ്ട, ഇതിങ്ങനെ കമ്പോട് കൂടി അങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് തിളയ്ക്കട്ടെ നന്നായിട്ട്. ഒരുവിധം നല്ല ഇലകൾ തന്നെ കുറേ തന്നെ ഇടുകയാണെങ്കിൽ തന്നെയാണ് അതിൻ്റെ ആ ഗുണം കിട്ടുന്നത്. അപ്പം ഈ കമ്പോട് കൂടി ഇടുമ്പോൾ തന്നെയാണ് നന്നായി തിളയ്ക്കട്ടെ. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് അടച്ച് വെച്ചിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. കാരണം അതിൻ്റെ ഈ ഗുണം പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് അടച്ചത്. എന്തായാലും പുളിയിലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഇലയുടെ കളർ ചേഞ്ചസ് ഒക്കെ കണ്ടില്ലേ, പുളിയിലയൊക്കെ അങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം പക്ഷെ ഒന്നും കൂടെ തിളയ്ക്കണം. കാരണം ഇപ്പോൾ ഒന്ന് വെന്തതേ ഉള്ളൂ. ഇനി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ ഇലയുടെയും ആ കമ്പിൻ്റെയും ഒക്കെ അംശങ്ങൾ ആ വെള്ളത്തിലേക്ക് ഉണ്ടാകും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തോട്ടെ. നമ്മളത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇതായിക്കോട്ടെ, തിളയ്ക്കട്ടെ. അപ്പം ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ വെള്ളം നമുക്ക് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നമ്മൾ തേനും ചെറുനാരങ്ങ നീരൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലവർഷത്തിൽ നമുക്ക് കുട്ടികൾക്കും നമുക്കൊക്കെ കഫക്കെട്ട്, അതുപോലെ ജലദോഷം, തൊണ്ടവേദന, അതിനൊക്കെ നല്ലതാണ് ഇതിൻ്റെ വെള്ളം. ഇത് കുടിക്കാനും വേണമെങ്കിലും ഉപയോഗിക്കാം, നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. അതുമാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ഇതിൽ കോട്ടൺ തുണി മുക്കിയിട്ട് ഈ വെള്ളത്തിലേക്ക് കോട്ടൺ തുണി മുക്കിയിട്ട് തിളച്ച വെള്ളത്തിൽ ഏകദേശം ഒരു നോർമൽ ചൂടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഒടിവ്, ചതവ് അങ്ങനെയൊക്കെയുള്ള ആ സ്ഥലത്തിൽ ഇപ്പോൾ വേദന വരുന്ന ഭാഗത്തിലേക്ക് കോട്ടൺ തുണി മുക്കിയിട്ട് അതങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റം വരും. അതുപോലെ തന്നെ ഇത് ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുളിക്കുകയും ചെയ്യാം. അപ്പം ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
നമ്മൾ ഇതിലേക്ക് വേറെ പച്ചവെള്ളമോ ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഈ തിളച്ച വെള്ളം നമുക്ക് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്കത് കുളിക്കാനും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. എന്താണെങ്കിലും 1 or 2 പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലൊക്കെ തുടർച്ചയായിട്ട് ഒരു 7 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മുടെ ശരീരവേദനയൊന്നും നമുക്ക് ശരീരവേദന, അതുപോലെ കാൽമുട്ട് വേദന, അങ്ങനെ ഒരുപാട് വേദനകളൊക്കെ ഉണ്ടല്ലോ, ആ വേദനയ്ക്കൊക്കെ എന്താണെങ്കിലും ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഇത് തുടർച്ചയായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും 1 മാസം കൊണ്ട് നമ്മുടെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് പുളിയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നിങ്ങൾ വേദ പിടിക്കൂ എന്നൊക്കെ പറയുമ്പം വേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുവാണെങ്കിൽ ഇത് ചെയ്തു നോക്കൂ. ഈ പുളിയില കിട്ടാൻ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ നാട്ടുമ്പുറങ്ങളിലോ അല്ലെങ്കിൽ പട്ടണങ്ങളിലോ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണല്ലോ. പക്ഷേ പുളിയിലയ്ക്ക് ഇപ്പം ഡിമാൻഡാണ്. ഓൺലൈനായിട്ട് ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓൺലൈനായിട്ട് പുളിയിലയ്ക്ക് നല്ല വിലയും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒക്കെ എല്ലാവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ പുളിയിലയൊക്കെ ഉണ്ടെങ്കിൽ പുളിയിലയൊന്നും നഷ്ടമാക്കരുത്. കാരണം ഇതിന് നല്ലൊരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. കാരണം പുളിയിലയൊന്നും വേസ്റ്റ് ആക്കണ്ട. ആദ്യ കാലഘട്ടത്തൊന്നും നമുക്ക് ഈ പുളിയിലൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അത്ര വലിയ ഗുണങ്ങളെക്കുറിച്ച് വലിയ അറിവ് നമുക്കറിവില്ലായിരുന്നു. പക്ഷേ പഴമക്കാർ ഇത് ഒരുപാട് ഉപയോഗിച്ചിരുന്നു. അവർ പറഞ്ഞ അറിവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഈ പുളിയില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലവർക്ക് ഇത് വല്ല അലർജി ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് പുളിയില ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പോൾ അവർ അത് ഉപയോഗിക്കേണ്ട. എന്താണെങ്കിലും ഇതാ പുളിയില ആവിയുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്, ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പം ഇതിൻ്റെ ഈ പുളിയില ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അലർജിയുടെ കാര്യമാണ്. ചിലവർക്ക് ഇത് അലർജിയാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അലർജി ഉള്ളവർ ഇത് ഉപയോഗിക്കരുത്. അത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി, പിന്നെ ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ.